ക്വാറിയുടെ സമീപത്തുള്ള കുടുംബങ്ങളെയും ജനങ്ങളെയും ക്വാറി ഉടമ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിട്ടും കണ്ണൂർ ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുന്നില്ല. 10 വർഷത്തിലധികമായി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3100 അടി പൊക്കത്തിലുള്ള ഈ ക്വാറി കുത്തനെ ഇടിച്ച് ഇതിൻ്റെ ഭീകരാവസ്ഥ നിങ്ങളിപ്പം എടുത്തു. ഇത്രയും 1000 മീറ്റർ ഒറ്റയടിക്ക് തിരികെ കേരളത്തിൽ ഇതുപോലെ നിയമലംഘനം നടത്തിയ ഒരു ക്വാറിയില്ല. ഇത്രയും നിയമലംഘനം നടത്തിയ ക്വാറി നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയധികം ഇല്ല. ഇത്രയധികം 2000-ഓളം കുടുംബങ്ങൾക്ക് ഭീഷണിയായി ഈ ക്വാറി ഒരു തരത്തിലും സമരസമിതി ഇത് തുറക്കാൻ പിടിയില്ല. റവന്യൂ മിനിസ്റ്റർ ഞങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കലക്ടറോട് ആവശ്യപ്പെട്ടു, കലക്ടറോട് സ്ഥലം സന്ദർശിക്കാൻ. റവന്യൂ വകുപ്പ് മിനിസ്റ്റർ രാജൻ സാറ് പോലും പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ സന്ദർശിക്കാൻ തയ്യാറായില്ല. 2014 വരെ സർക്കാർ നിയമമനുസരിച്ച് ക്വാറികൾക്ക് ബെഞ്ചടിക്കണ്ടായിരുന്നു. പക്ഷേ 14-ൽ വന്ന നിയമമാണ് എല്ലാ ക്വാറികളും ബെഞ്ചടിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. പക്ഷേ 14 മുതൽ 10 വർഷക്കാലം 24 വരെ കോടിക്കണക്കിന് രൂപയുടെ ഖനനം ഇവിടെ നടത്തി കോടികൾ സമ്പാദിക്കുമ്പോഴും ഈ 10 വർഷവും കുത്തനെ ബെഞ്ചടിക്കാതെ പ്രവർത്തിക്കുക വഴി കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത വൻ മഴയിൽ ഇവിടെ കൂട്ടിയിരിക്കുന്ന ലോഡ് കണക്കിന് കല്ലും മണ്ണും മണലും എല്ലാം കൂടി പാറപ്പൊടിയെല്ലാം കൂടി താഴേക്കൊഴുകി ഇതിൻ്റെ അടിവാരത്ത് താമസിക്കുന്ന 200-ഓളം പാവപ്പെട്ട കുടുംബങ്ങളുടെ കൃഷിസ്ഥലം പൂർണ്ണമായി മലീമസമായി, ജലാശയങ്ങൾ ഉപയോഗശൂന്യമായി. കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് വിക്ടർ ജോസഫ് ചേരുന്നുണ്ട്. വിക്ടർ, ഈ നായനാർ മലയെക്കുറിച്ച് പറയുമ്പോൾ ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിട്ടും ഇനിയെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ക്വാറിക്ക് സമീപം താമസിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഭയം നിലനിൽക്കും. പക്ഷേ ഇവിടെ കണ്ണൂർ ചെമ്പന്തൊട്ടിയിലെ ഉള്ള ഈ ക്വാറിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇതിന് സമീപത്ത് താമസിക്കുന്നവരുടെ അവസ്ഥ അതിഭീകരമാണ്. കാരണം 23 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ക്വാറി, കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ക്വാറി, ഇത് വെറും 4 മാസം മുമ്പ് മാത്രമാണ് ജിയോളജി വകുപ്പ് ഒരു താൽക്കാലിക സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്. ഇത് എപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിയുന്നോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ക്വാറി തുറന്ന് പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത്. പ്രധാനമായിട്ടും വലിയ രീതിയിലുള്ള ജലമലിനീകരണം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്, ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ഭീതിയിൽ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് കയറാതിരിക്കാൻ ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ക്വാറിയിലേക്കുള്ള ആ പ്രധാന പാത ഗേറ്റ് വെച്ച് ഇപ്പോൾ അടച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വെടിമരുന്നൊക്കെ സൂക്ഷിക്കുന്നത് തികച്ചും അനാസ്ഥപരമായിട്ട് തന്നെയാണ്. കാരണം ഒരു നല്ല അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്ത് പോലുമല്ല ഇവിടെ വെടിമരുന്നുകൾ സൂക്ഷിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സ്റ്റോറിയിൽ ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഇത് പൂർണ്ണമായും അടച്ച് പൂട്ടുന്നിടം വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ അവർ പ്രധാനമായിട്ടും പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്. പക്ഷേ റവന്യൂ മന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കളക്ടറുടെ റിപ്പോർട്ട് കൊണ്ട് കിട്ടിയാൽ മാത്രമേ ഈ ക്വാറി പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടാൻ സാധിക്കുകയുള്ളൂ. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിക്ടർ ജോസഫ്.